ഒരിക്കലൊരു പ്രായമുള്ള അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ ടൗണിലൂടെ എന്തോ ആവശ്യത്തിന് യാത്ര പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ ഈ അധ്യാപകൻ്റെ കൈ പിടിച്ചിട്ട് ആ അധ്യാപകനോട് പറഞ്ഞു, സാർ എന്നെ ഇന്ന സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. 10,000 കുട്ടികളെ പഠിപ്പിച്ച ആ അധ്യാപകൻ ആ മുഖം ഓർത്തെടുക്കാൻ ഒരുപാട് പാടുപെട്ടു. എന്നിട്ട് ആ വിദ്യാർത്ഥി തൻ്റെ അധ്യാപകനെ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ ആ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സാറിന് ഓർമ്മയുണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല. എൻ്റെ ക്ലാസ്സിൽ ഒരു പ്രവാസിയായ ഒരു സഹോദരൻ്റെ മകൻ എൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അവൻ വലിയ വിലപിടിപ്പുള്ള ഒരു പെന്ന് എഴുതാൻ വേണ്ടി കൊണ്ടുവന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ പെൻ മോഷണം പോയി. ഞങ്ങളുടെ ക്ലാസ് അധ്യാപകൻ സാറായിരുന്നു. സാറ് പറഞ്ഞു, ഈ സങ്കടം ആ അധ്യാപകനോട് പറഞ്ഞപ്പോൾ എല്ലാവരും എണീറ്റ് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ കണ്ണടക്കാൻ പറഞ്ഞു. ഓരോരുത്തരുടെ ബാഗും അവരുടെ പോക്കറ്റുമൊക്കെ അധ്യാപകൻ പരിശോധിച്ചു. അങ്ങനെ എൻ്റെ പോക്കറ്റിൽ നിന്ന് ആ പെന്ന് അന്ന് സാറെടുത്തു. എന്നിട്ട് സാറ് പരിശോധന നിർത്തിയില്ല, അടുത്ത വ്യക്തിയിലേക്കും പരിശോധന ആരംഭിച്ചു. എന്നിട്ട് കണ്ണ് തുറക്കാൻ പറഞ്ഞു. മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഈ പെൻ നീ ഇരിക്കുന്നതിൻ്റെ കുറച്ച് അകലെ കിടക്കുന്നുണ്ടായിരുന്നു. ഇതാരും എടുത്തതല്ല. അന്ന് അവിടെ വെച്ച് എന്നെ ഒരു കള്ളനായി മുദ്ര കുത്തിയിരുന്നെങ്കിൽ ഞാനിന്ന് സമൂഹത്തിലെ വലിയ ഒരു മോഷ്ടാവായി അറിയപ്പെട്ടനെ. എന്നിട്ട് അന്ന് എന്നെ സാറ് സ്വകാര്യമായി ഉപദേശിച്ചു. പിന്നീട് ഞാൻ ഒരു മോഷണവും നടത്തിയിട്ടില്ല. സാറിനെ ഞാൻ കാണുമ്പോൾ വലിയധികം പ്രാർത്ഥിക്കാറുണ്ട്. സഹോദരങ്ങളെ, ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞത്, നമ്മുടെ ഒരു സഹോദരനിൽ എന്തെങ്കിലും ഒരു കുറവ് കണ്ടാൽ, അല്ല നമ്മുടെ മക്കളിൽ ഒരു കുറവ് കണ്ടാൽ, പരസ്യമായി എല്ലാവരുടെ മുന്നിൽ വെച്ച് അധിക്ഷേപം നടത്തി ആത്മാഭിമാനത്തെ തകർക്കുന്ന രൂപത്തിലേക്ക് നാം പോകരുത്. ഒരു പെൺകുട്ടി ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഒന്ന് തട്ടി എന്ന രൂപത്തിൽ വീഡിയോ ചിത്രം പകർത്തുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനം എന്തുവാകട്ടെ അവിടുത്തെ വസ്തുത, ആത്മാഭിമാനത്തെ പിച്ചു ചീന്തുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂല് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയതാണ്. അത്തരം പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു